നമസ്കാരം. ഭാരതത്തിന്റെ പരമാധികാരത്തെയും ദേശീയ സുരക്ഷയും ലക്ഷ്യമിട്ട് നടക്കുന്ന ഗൂഢനീക്കങ്ങളെ തുറന്നുകാട്ടുന്നതാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവന്ന വ്യാജ വാർത്തകളും അവയുടെ യഥാർത്ഥ വസ്തുതകളും. DRDOയ്ക്ക് നേരെ വൻ സൈബർ ആക്രമണം നടന്നുവെന്നും അതീവ രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യകളും ഡാറ്റയും ചോർന്നുവെന്നുമുള്ള തരത്തിൽ ഏഷ്യാനെറ്റ് എക്സ്ക്ലൂസീവ് എന്ന തരത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തകൾ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആലിബൈ സൈബർ ഫോറൻസിക് എന്ന സ്ഥാപനം ഡാർക്ക് വെബ് മോണിറ്ററിംഗിനിടയിലാണ് പ്രതിരോധ മേഖലയിലെ രഹസ്യ രേഖകളടക്കം 31 GB ഫയലുകൾ വിൽപ്പനയ്ക്ക് വെച്ചതായി കണ്ടെത്തിയത് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത്. എന്നാൽ ഇത്തരമൊരു വിവരച്ചോർച്ച നടന്നിട്ടില്ല എന്ന് DRDO തന്നെ പറയുമ്പോൾ സ്ഥാപനവുമായി നടന്ന ആശയവിനിമയത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ ഏഷ്യാനെറ്റ് ന്യൂസ് തയ്യാറാകണം. ഈ കള്ളപ്രചാരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും സുതാര്യതയുടെയും തെളിവാണ്. രാജ്യസുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യാജ വാർത്താ നിർമ്മിതികളുടെയും ഹാക്കർമാരുടെയും കുതന്ത്രങ്ങളെയും പിന്നിലെ യാഥാർത്ഥ്യങ്ങളെയും പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത് അതീവ ഗൗരവത്തോടെയാണ് രാജ്യം കണ്ടത്. മാധ്യമങ്ങൾ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും ഇല്ലാതെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഭാരതത്തിന്റെ സുരക്ഷാ സന്നാഹങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കാനും രാജ്യത്തിന്റെ മനോവീര്യം തകർക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം വാർത്താ നിർമ്മിതികൾ മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുതാ പരിശോധന പോലും നടത്താതെയാണ് പലരും ഇത്തരം വാർത്തകൾ നൽകിയത്. സങ്കുചിത താൽപര്യങ്ങളുടെ പുറത്ത് രാജ്യസുരക്ഷയെ പണയം വെക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. DRDO ശൃംഖലകളിൽ സൈബർ ആക്രമണം നടന്നുവെന്നും ഡാറ്റ ചോർന്നുവെന്നുമുള്ള പ്രചാരണങ്ങൾ ശക്തമായതോടെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അടിയന്തരമായി ഇടപെടുകയുണ്ടായി. പ്രചരിച്ച വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതവും സങ്കുചിത താൽപര്യങ്ങളോടെ ചമച്ചതുമാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഉന്നത ഏജൻസികൾ സമഗ്രമായ അന്വേഷണം ഉടൻ തന്നെ പൂർത്തിയാക്കിയിരുന്നു. നിലവിൽ DRDOയുടെ ഒരു ശൃംഖലയിലും യാതൊരു വിധത്തിലുള്ള സൈബർ ആക്രമണമോ അനുമതിയില്ലാത്ത കടന്നുകയറ്റമോ ഡാറ്റ ചോർച്ചയോ നടന്നിട്ടില്ലെന്ന് മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ കൃത്യമായ മറുപടി വ്യാജവാർത്ത പ്രചരിപ്പിച്ചവരുടെ വാ അടപ്പിക്കുന്നതായിരുന്നു. DRDOയെ ലക്ഷ്യമിട്ട് വ്യാജ വിവരങ്ങൾ ചമച്ചതിന് പിന്നിൽ വ്യക്തമായ സൈബർ കുതന്ത്രങ്ങളും രാജ്യവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും പ്രതിരോധ കരുത്തിനെയും തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണ് ഇത്തരം ഡിജിറ്റൽ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഹാക്കർമാരുടെ വ്യാജ അവകാശവാദങ്ങളെ യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെ ഏറ്റുപിടിക്കുന്ന ചില മാധ്യമങ്ങളുടെ നടപടിയും സംശയകരമാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണങ്ങളെ അപകീർത്തിപ്പെടുത്തുക വഴി ശത്രു രാജ്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇത്തരം ശക്തികൾ ലക്ഷ്യമിടുന്നത്. ഈ കുതന്ത്രങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് രാജ്യത്തിന് വലിയ ആശ്വാസം കൂടിയാണ്. രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് എക്കാലത്തും പ്രഥമ പരിഗണന നൽകുന്ന നിലപാടാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഭാരതത്തിന്റെ മുന്നേറ്റങ്ങളെ സഹിക്കാനാവാത്തവരാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ. DRDO പോലുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ അഭിമാനങ്ങളാണെന്നും അവയ്ക്കെതിരെ ഏത് നീക്കവും രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിട്ടാണ് BJP സർക്കാർ കാണുന്നത്. മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും മുൻനിർത്തി പ്രവർത്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ ശക്തമായ നിലപാട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ ഭീതി പരത്താൻ ശ്രമിക്കുന്ന ശക്തികളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക എന്നതാണ് BJPയുടെ നയം. ലോകോത്തര നിലവാരമുള്ള സൈബർ സുരക്ഷാ സംവിധാനങ്ങളാണിന്ന് DRDOയുടെ ഡിജിറ്റൽ ശൃംഖലകൾക്ക് കാവൽ നിൽക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള മിസൈൽ സാങ്കേതിക വിദ്യകളും പ്രതിരോധ ഗവേഷണ വിവരങ്ങളും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉന്നതതല അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വിദേശത്തു നിന്നോ സ്വദേശത്തു നിന്നോ ഉള്ള ഏത് സൈബർ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഫയർവാളുകളും എൻക്രിപ്ഷൻ രീതികളുമാണ് ഭാരതം ഇതിനായി ഉപയോഗിക്കുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങൾ സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തം പുലർത്തേണ്ടവരാണ്. എന്നാൽ റേറ്റിംഗിനും സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വേണ്ടി ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ പോലും വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്.
ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവുമില്ലാതെ വാർത്തകൾ നൽകിയത് മാധ്യമ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്യുന്നത്. വ്യാജ വാർത്തകൾ ജനങ്ങളിൽ ഭീതി പരത്തുക മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിച്ഛായയെ അന്താരാഷ്ട്ര തലത്തിൽ തകർക്കാൻ സഹായിക്കുകയും ചെയ്യും. ഭാരതം എല്ലാ മേഖലകളിലും കൈവരിക്കുന്ന കുതിച്ചുചാട്ടങ്ങളെ അസൂയയോടെ നോക്കിക്കാണുന്ന അന്താരാഷ്ട്ര ശക്തികളുടെയും അവരുടെ ആഭ്യന്തര ചട്ടുകങ്ങളുടെയും കൂട്ടായ്മയാണ് ഇത്തരം വ്യാജ വാർത്താ നിർമ്മിതിക്ക് പിന്നിൽ. സൈനിക മേഖലയിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ രാജ്യം കൈവരിക്കുന്ന സ്വാശ്രയത്വത്തെ തകർക്കാനാണ് ഇവരുടെ ലക്ഷ്യം. DRDO പോലുള്ള സ്ഥാപനങ്ങളുടെ മനോവീര്യം തകർക്കുക വഴി രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ വ്യാമോഹിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും കൃത്യമായ ഇടപെടലുകൾ വഴി ഇത്തരം കുതന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. രാജ്യത്തോടുള്ള പ്രതിബദ്ധതയോടുള്ള ഓരോ ചുവടുവയ്പും ഇത്തരം നുണക്കഥകളെ അതിജീവിക്കും. പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വാർത്തകൾ തള്ളിക്കളയുകയും അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തതോടെ വ്യാജ വാർത്ത നിർമ്മിച്ചവരുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. യാതൊരുവിധ വസ്തുതകളുമില്ലാതെ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയേണ്ട അവസ്ഥയിലാണിപ്പോൾ. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. സത്യം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവരുടെ കുപ്രചാരണങ്ങൾ വിഫലമാകുന്നു. ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം തെളിയിക്കുകയാണ്. DRDOയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും അതിനു പിന്നിലെ ഗൂഢശ്രമങ്ങളും ഭാരതം അതിജീവിക്കുന്നത് കരുത്തോടെയാണ്. BJPയുടെ ദേശീയ സുരക്ഷാ നയങ്ങൾക്ക് കരുത്ത് പകരുന്ന രീതിയിൽ രാജ്യത്തിന്റെ അഭിമാനമായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ എന്നും മുൻപന്തിയിലുണ്ടാകും. റേറ്റിംഗിനും സെൻസേഷനലിസത്തിനും വേണ്ടി മാത്രം ദേശീയ സുരക്ഷയെ പണയം വെക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്താ നിർമ്മിതികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവുമില്ലാതെ ഇത്തരം വാർത്തകൾ നൽകിയത് മാധ്യമ വിശ്വസ്തതയാണ് ഗുരുതരമായി ചോദ്യം ചെയ്യുന്നത്. വ്യാജ വാർത്തകൾ ജനങ്ങളിൽ അനാവശ്യ ഭീതി പരത്തുക മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി മാറുകയും ചെയ്യും. അതിനാൽ ഉത്തരവാദിത്വ ബോധമോടെ പത്രപ്രവർത്തനവും വസ്തുതാന്വേഷണവും ഉറപ്പാക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുതാ പരിശോധന പോലും നടത്താതെയാണ് ഇത്തരം വാർത്തകൾ നൽകുന്നത്. സങ്കുചിത താല്പര്യങ്ങളുടെ പുറത്ത് രാജ്യസുരക്ഷയെ പണയം വെക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. ഭാരതം എല്ലാ മേഖലയിലും കൈവരിക്കുന്ന ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും സ്വയം പര്യാപ്തതയെയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം കുതന്ത്രങ്ങളെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയാണ് നരേന്ദ്രമോദി സർക്കാർ നേരിടുന്നത്. DRDO ശൃംഖലകളിൽ സൈബർ ആക്രമണം നടന്നുവെന്നും ഡാറ്റ ചോർന്നുവെന്നുമുള്ള പ്രചാരണങ്ങൾ ശക്തമായതോടെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അടിയന്തരമായി ഇടപെടുകയുണ്ടായി. പ്രചരിപ്പിച്ച വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതവും സങ്കുചിത താല്പര്യങ്ങളോടെ ചമച്ചതുമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയും വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഉന്നത ഏജൻസികൾ സമഗ്ര അന്വേഷണം ഉടൻ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിൽ DRDOയുടെ ഒരു ശൃംഖലകളിലും യാതൊരു വിധത്തിലുള്ള സൈബർ ആക്രമണമോ അനുമതിയില്ലാത്ത കടന്നുകയറ്റമോ ഡാറ്റ ചോർച്ചയോ നടന്നിട്ടില്ല എന്ന് മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ കൃത്യമായ മറുപടി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവരുടെ വാ അടപ്പിക്കുന്നതായിരുന്നു. DRDO പോലുള്ള നമ്മുടെ അഭിമാന സ്ഥാപനങ്ങളുടെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൃത്യമായ ഇടപെടൽ കനത്ത പ്രഹരമാണ് നൽകുന്നത്. BJPയുടെ രാഷ്ട്രമാദ്യം എന്ന നയത്തിന് കരുത്ത് പകർന്നുകൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ സർക്കാർ എക്കാലത്തും മുൻപന്തിയിലുണ്ടാകും. വ്യാജ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തിന്റെ കുതിപ്പിനെ തടയാനാകില്ല എന്നും രാജ്യത്തിന്റെ പ്രതിരോധ സന്നാഹങ്ങൾ പൂർണ്ണ സുരക്ഷിതമാണെന്നുമുള്ള സന്ദേശമാണ് ഈ ഔദ്യോഗിക വിശദീകരണം നൽകുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ കരുത്തിൽ രാജ്യം ഇനിയും മുന്നേറുക തന്നെ ചെയ്യും. വ്യാജ വാർത്തകളിലൂടെയും സൈബർ കുതന്ത്രങ്ങളിലൂടെയും ഭാരതത്തിന്റെ കുതിപ്പിനെ തടയാനാകില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. സുരക്ഷിതമായ കൈകളിൽ ഭദ്രമാണ് രാജ്യത്തിന്റെ പ്രതിരോധമെന്ന സത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുന്നു. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.